നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു രാവിലെ, സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണിന്ന്. ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്. ഹോർമൂസ് കടലിടുക്കിൽ പിടിമുറുക്കി ഇറാൻ. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച കപ്പലുകൾ ആക്രമിച്ചവയിൽ 2 ഇന്ത്യൻ കപ്പലുകളും. പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി വിദേശകാര്യ മന്ത്രാലയം. ഹോർമൂസിലെ വെടിവെപ്പിൽ കരുതലോടെ ഇന്ത്യ. ഇറാനുമായി അകലം വേണ്ടെന്ന തീരുമാനം. ഹോർമൂസിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്താനും ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ വിമർശനത്തെ പ്രതിരോധിച്ച് പ്രതിപക്ഷം. രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ പവിത്രത കളഞ്ഞുകുളിച്ചെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് CPI. വനിതാ ബില്ലിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധം തുടരാൻ BJP. വാൽപ്പാറ അപകടത്തിൽ തേങ്ങലടങ്ങാതെ പാങ് ഗ്രാമം. പരിക്കേറ്റ 4 പേർ ചികിത്സയിൽ. 2 പേരുടെ നില ഗുരുതരം. ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിന്റെ പങ്കിൽ വ്യക്തത വരുത്താൻ പോലീസ്. അറസ്റ്റിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ. ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കാൻ നീക്കം. ആക്ഷൻ കൌൺസിൽ ആരോപണ വിധേയരായ അധ്യാപകർ ഒളിവിൽ തുടരുകയാണ്. ചുട്ടുപഴുത്ത് കേരളം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് താപനില 40 ഡിഗ്രി കടന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ ഇന്ന് കൊൽക്കത്ത രാജസ്ഥാൻ പോരാട്ടം. ആദ്യ വിജയ പ്രതീക്ഷയിൽ കൊൽക്കത്ത. പഞ്ചാബ് ലക്നൌ മത്സരം വൈകിട്ട് 7:30. വാർത്തകളിലേക്ക് വിശദമായി പോവുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ആശങ്ക തുടരുകയാണ്. ഇപ്പോഴും 2 ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ 4 കപ്പലുകളെ ഇന്ത്യ മേഖലയിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. ദേശ് ഗരിമ എന്ന കപ്പൽ മാത്രമാണ് ഇന്നലെ ഹോർമൂസ് കടന്നത്. സംഭവത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഇറാനിയൻ അംബാസഡറോട് ആശങ്ക അറിയിച്ചു. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്നും വിക്രം മിശ്രി സൂചിപ്പിച്ചു. വിഷയം ഇറാനിലെ അധികാരികളെ ധരിപ്പിക്കാമെന്ന് മുഹമ്മദ് ഫത്താലി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയുമായുള്ള സമാധാന കരാറിനുള്ള സാധ്യത വിദൂരമെന്നാണ് ഇറാന്റെ നിലപാട്. യുഎസിനെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴിതാ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം തൊട്ട് പുറത്തു വരുന്നത്. അതാണ് ഇന്ത്യയെ ഏറെ ആശങ്കയിലാക്കുന്ന ഒരു വിഷയം കൂടി. അതാണ് അനുശ്രീ, ഇന്ത്യൻ കപ്പലുകളെയും അതുപോലെ തന്നെ ഇറാന്റെ സൗഹൃദ രാഷ്ട്രങ്ങളായ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെയും ആക്രമിക്കില്ല എന്ന് അവർ നേരത്തെ ഉറപ്പ് നൽകിയിരുന്നതാണ്. ഈ ഉറപ്പ് തെറ്റിച്ചുകൊണ്ടാണ് ഇന്നലെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവയ്പുണ്ടായത്. ഒമാന്റെ തീരത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെയും അതുപോലെ 25 നോട്ടിക്കൽ മൈൽ അകലെയുമുള്ള 2 കപ്പലുകൾക്ക് നേരെയാണ് ഈ ആക്രമണമെന്നാണ് വിവരം. ആക്രമണത്തിൽ ഈ നിരവധി കണ്ടെയ്നറുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കപ്പലുകൾക്ക് മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണ് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. എന്നാലും ഈ വിഷയത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക തന്നെ ഇറാനെ അറിയിച്ചിരുന്നു. ഇന്നലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയിലെ ഇറാൻ അംബാസഡറായിട്ടുള്ള മുഹമ്മദ് ഫത്താലിയെ നേരിട്ട് വിളിച്ചു വരുത്തി ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ ആശങ്ക അറിയിക്കുകയായിരുന്നു. അതുപോലെ ഇന്ത്യൻ നാവികർക്കും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ ഇന്ത്യയുടെ കപ്പലുകൾക്കും നൽകുന്ന സുരക്ഷയെ പറ്റിയിട്ടുള്ള പ്രാധാന്യം അദ്ദേഹം ഇറാനെ അറിയിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മുഹമ്മദ് ഫത്താലിയോട് സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഇറാൻ ഇതിനു മുൻപേ ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി സുരക്ഷിത യാത്ര ഉറപ്പ് നൽകിയതാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ധാരണ പ്രകാരം നിരവധി കപ്പലുകൾ മേഖലയിലൂടെ കടന്നുപോയിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ കപ്പലുകളെ നേരത്തേതിന് സമാനമായി, അതായത് മുൻപ് ഈ ആക്രമണം തുടങ്ങിയ പശ്ചാത്തലത്തിൽ എങ്ങനെയാണോ ഇന്ത്യൻ കപ്പലുകളെ ഹോർമൂസ്
ഹോർമുസ് കടക്കാൻ അനുവദിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇനി തുടർന്നും ഇന്ത്യൻ കപ്പലുകൾക്ക് മേഖലയിലൂടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കണം എന്നാണ് വിക്രം മിസ്രി ഇറാനെ അറിയിച്ചിരുന്നത്. അതുപോലെ ഈ ഒരു സംഭവത്തിൽ ഈ ആശങ്കയും ഇന്ത്യ ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈയൊരു വിഷയം എത്രയും വേഗം ഇറാനിലേക്ക് അറിയിച്ച് ഈ കപ്പലുകൾക്കൊരു എത്രയും വേഗം യാത്ര സാധ്യമാക്കുമോ അത്രയും വേഗം ഒരു യാത്ര സാധ്യമാക്കണം എന്നാണ് വിക്രം മിസ്രിയുടെ ഒരു നിലപാട് വ്യക്തമാക്കിയത്. ഈ ഒരു കാര്യം ഇറാനെ അറിയിക്കാമെന്ന്, അതായത് ഇറാനിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാമെന്ന് മുഹമ്മദ് ഫത്താലി ഇന്ത്യക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും മേഖലയിലൂടെ ഇന്ത്യൻ കപ്പലുകളൊന്നും തന്നെ യാത്ര ചെയ്യുന്നില്ല. ഒരു ഇന്ത്യൻ കപ്പൽ മാത്രമാണ് ഈ ഹോർമുസ് കടന്നിരിക്കുന്നത് എന്നാണ് വിവരമുള്ളത്. ദേശ് ഗരിമ എന്ന് പറയുന്ന ഒരു കപ്പൽ മാത്രം ഹോർമുസ് കടന്നു എന്നാണ് വിവരമുള്ളത്. അതേസമയം 4ഓളം കപ്പലുകളെ ഇന്ത്യ ഈ ആക്രമണം നടന്നതിന് പിന്നാലെ മേഖലയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഹോർമുസിൽ നിന്ന് തിരിച്ചു പോകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സൻമാർ ഹെറാൾഡ്, അതുപോലെ തന്നെ ദേശ് വൈഭവ്, ദേശ് വിഭോർ, ഇത്തരത്തിലുള്ള കപ്പലുകളും അതുപോലെ തന്നെ ഒരു ബൾക്ക് കാരിയർ ആയിട്ടുള്ള ജംഗ് അർദൻ എന്ന് പറയുന്ന കപ്പലുകൾ, ഇവയെല്ലാം ഇന്ത്യ മേഖലയിൽ നിന്ന് നിലവിൽ പിൻവലിച്ചു എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വിവരമെന്ന് പറയുന്നത് ഏതാണ്ട് 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായിട്ട് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ഒരു സൂപ്പർ ടാങ്കറും ഇറാൻ ഇതിനോടകം തന്നെ തടഞ്ഞു എന്നാണ് വിവരമുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ്. കാരണം ഇന്ധന പ്രതിസന്ധി ഉൾപ്പെടെ ഇപ്പോഴും സജീവമായി തന്നെയുണ്ട്. അത് ആശങ്കകൾ ഒഴിയുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നിരവധി ചരക്കുമായി ഇന്ത്യയിലേക്ക് നീങ്ങുന്ന ഈ കപ്പലുകളെ തടയുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം അമേരിക്ക ഇറാൻ സമാധാന നീക്കത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ആശങ്ക ഒട്ടും തന്നെ ഒഴിയുന്നില്ല. ഇപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ചയായിരുന്നു അടുത്ത ഘട്ട അമേരിക്ക ഇറാൻ ചർച്ചകൾ നടക്കാനായി ഇരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ചർച്ചകൾ നടക്കില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെ ഇപ്പോൾ ചർച്ചകൾ നടക്കേണ്ടതായിരുന്നുവെങ്കിൽ ഇന്ന് തന്നെ അമേരിക്കൻ ഇറാൻ ഉദ്യോഗസ്ഥർ അവരവരുടെ രാജ്യങ്ങളിൽ നിന്ന് തിരിക്കേണ്ടിയിരുന്നു. എന്നാൽ ഇതുവരെ അങ്ങനെ ഒരു നീക്കം നടന്നതായിട്ട് ഇരു രാജ്യങ്ങളും ഉറപ്പാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ വെടിനിർത്തൽ കാലയളവ് അമേരിക്കയും ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ചിരുന്ന വെടിനിർത്തൽ അവസാനിക്കുന്നത് ഈ വരുന്ന ഏപ്രിൽ 22-നാണ്. അപ്പോൾ ഈ 22-ന് വെടിനിർത്തൽ അവസാനിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള വലിയൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ഒരു സമാധാന കരാർ അത് വളരെ വിദൂരമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. എന്തായാലും ഈ ചർച്ചകൾ അതിനുള്ള ഒരു പ്രതിസന്ധി തുടരുകയാണ്. ട്രംപ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിൽ വ്യക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ട്രംപ് പറയുന്നത് ഈ ഹോർമുസ് അടച്ചുകൊണ്ട് ഒരിക്കലും US-നെ ഇറാന് ഭീഷണിപ്പെടുത്താനാകില്ല. പിന്നീട് അദ്ദേഹം മുൻപ് പറഞ്ഞ പല വാദങ്ങളും ആവർത്തിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ ഇറാന് സ്വന്തമായി ഒരു നാവികസേനയില്ല, എയർഫോഴ്സ് ഇല്ല. അത്തരത്തിൽ ഇറാനെ US പൂർണ്ണമായി തകർത്തു. അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കി. ഇത്തരത്തിലേക്ക് അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെറുതെ ഒരു ഹോർമുസ് തടഞ്ഞതുകൊണ്ട് മാത്രം US-നെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് അടക്കം പറയുന്നത്. അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് US അവരുടെ എല്ലാ പ്രധാനപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥരെയും വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഒരു അടിയന്തര ചർച്ചയ്ക്കായിട്ടാണ് ഇവരെ ഇന്നലെ രാത്രി തന്നെ വിളിച്ചു വരുത്തിയത് എന്നാണ് വിവരമുള്ളത്. ഇപ്പോൾ ഈ വെടിനിർത്തൽ കാലയളവ് അവസാനിക്കാനിരിക്കെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളതും ഇപ്പോൾ വലിയൊരു അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇറാന് നേരെ മറ്റെന്തെങ്കിലും ആക്രമണം ആരംഭിക്കാനുള്ള നീക്കമാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതുപോലെ ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ ഉപരോധം അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിയൻ തീരത്ത് നിന്ന് വരുന്ന നിരവധി കപ്പലുകളെയാണ് US മടക്കി അയച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 21 കപ്പലുകളെ ഇറാൻ തീരത്തേക്ക് US അയച്ചു എന്നുള്ള വിവരങ്ങളുണ്ട്. ഈ ഒരു വിഷയത്തിൽ പ്രകോപിതരായിട്ടാണ് ഇറാൻ ഇന്നലെ ഹോർമുസ് കടലെടുക്ക് വീണ്ടും അടയ്ക്കുന്ന ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഈ ഹോർമുസ് കടലെടുക്ക് അടച്ച് കപ്പലുകളോട് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്ന അജയ് തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ ട്രംപിന്റെ ഒരു പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. We'll be talking about Iran later. We have very good conversations going on. It's working out very well. They got a little cute as they have been doing for 47 years. Nobody ever took them on. We took them on. They have no Navy. They have no Air Force. They have no leaders. They have no nothing. Actually, their leaders are, it is regime change. You call that enforced regime change. But we're talking to them. They wanted to close up the strait again, as they've been doing for years. And they can't blackmail us.
fact, a lot of the ships are coming up to Texas. I don't know if you know, in Louisiana, the ships are coming up. They got used to it. Maybe they'll keep doing it. It's worked out pretty good. But it's going actually along very well. And we'll see. But we'll have some information by the end of the day. We're talking to them. And, you know, we're taking a tough stand. They've killed a lot of people. A lot of our people have been killed. A lot of your fellow soldiers have been killed over the years by Iran. The roadside bomb. Soleimani, I killed Soleimani. He was making the explosive form penetrators. They were making them in Iran, bringing them to Iraq and blasting through the vehicles. Well, he was the father of the roadside bomb, essentially, and he killed a lot of people. And when you see soldiers or others, but soldiers generally walking around with no legs, with no arms, a face that's been smashed, that was Soleimani, that was Iran that did that. So we have a much different view on it than other presidents have. അജയ് തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോൾ ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുമായുള്ള സമാധാന കരാറിനുള്ള സാധ്യത അത് വളരെ വിദൂരമെന്നാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണ്? അതിനോടുള്ള അമേരിക്കയുടെ നിലപാട് എങ്ങനെയാണ്? ഈ സമാധാന കരാറിനുള്ള സാധ്യത അതിനി എത്രത്തോളമായിരിക്കും? എത്ര കാലം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും? ഇറാൻ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ ഉപരോധം പിൻവലിക്കണം എന്നുള്ളതാണ്. അമേരിക്കൻ ഉപരോധം തീർച്ചയായിട്ടും ഇറാനിയൻ കപ്പലുകൾക്ക് മാത്രമാണ്. ഇറാന്റെ തീരത്ത് നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾക്കും അതുപോലെ തന്നെ ഇറാനിയൻ തീരത്തേക്ക് വരുന്ന കപ്പലുകളെയും തടയും എന്ന നിലപാടാണ് US എടുത്തിട്ടുള്ളത്. അതിൻ്റെ നടപടികൾ അവർ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈയൊരു സംഭവം അത് ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഉപരോധത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാനിയൻ കപ്പലുകളെ തടയുക എന്നുള്ളത് മാത്രമല്ല, മേഖലയിലൂടെ ഇറാൻ വ്യാപാരം നടത്തിയിരുന്നത് പ്രധാനമായിട്ടും ബിറ്റ്കോയിനിലൂടെയും അതുപോലെ തന്നെ ചൈനീസ് കറൻസിയിലൂടെയുമാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഇറാൻ വ്യാപാരം നടത്തുന്നത് അമേരിക്കയുടെ പെട്രോ ഡോളർ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിന് വളരെ വിരുദ്ധമാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ ഇറാൻ മുന്നോട്ട് പോയാൽ അത് പിന്നീട് മറ്റ് പല രാജ്യങ്ങളും ഈയൊരു രീതിയിലേക്ക് വ്യാപാരം നടത്തുമോ എന്നുള്ള ആശങ്ക അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് അമേരിക്കയുടെ ഒരു ആധിപത്യത്തെ, ലോകത്തിലുള്ള ഒരു ഡോളറിൻ്റെ ആധിപത്യത്തെ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയേക്കാം. പിന്നീട് നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി രാജ്യങ്ങളടക്കം ഈ ബിറ്റ്കോയിനിലേക്കും അതുപോലെ തന്നെ മറ്റ് കറൻസികളിലേക്കും മാറാനുള്ള ആലോചനകളുണ്ടായിരുന്നു. അപ്പോൾ ഈയൊരു വ്യാപാരം തടയുക, ഇതിലൂടെ ഈ ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ വഴിയും അതുപോലെ ബിറ്റ്കോയിൻ വഴിയുമുള്ള വ്യാപാരം തടയുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇത്തരത്തിൽ ഇറാനിയൻ കപ്പലുകളെ തടയുന്നതിലൂടെ ഇറാന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, ഇറാന്റെ സമീപത്തുള്ള ദ്വീപുകളെ അടക്കം അമേരിക്ക ആക്രമിക്കാനുള്ള സാധ്യതയും ഇത് കാരണം കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിലനിൽക്കുന്നത് കാരണമാണ് ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ പറയുന്നത്. എന്നാൽ ഈ ഉപരോധം ഒരു സമാധാന കരാറിലെത്തിയാൽ മാത്രമേ അവസാനിപ്പിക്കൂ എന്നതായിരുന്നു ട്രംപിന്റെ നിലപാട്. ഇങ്ങനെ അമേരിക്ക കടുപ്പിച്ചതോടെയാണ് ഇറാൻ വീണ്ടും ഹോർമുസ് അടയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത്. മറ്റൊരു ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇറാന്റെ ആണവ അവകാശങ്ങളെ സംബന്ധിച്ച് തന്നെയാണ്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി വ്യക്തമാക്കിയത് ഇറാനിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഒരു ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഇറാൻ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഇറാന് നൽകണമെന്നുള്ള കടുത്ത നിലപാടുമുണ്ട്. ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും പരസ്പരം വിട്ടുകൊടുക്കാതെയുള്ള ഒരു സമീപനമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റൊരു ആശ്വാസ ലെവലിലുള്ള വെടിനിർത്തൽ അടക്കം ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. മേഖലയിൽ മറ്റ് പുതിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഒരു ആശ്വാസജനകം തന്നെയാണ്. പക്ഷേ വാഗ്വാദങ്ങളും സംവാദങ്ങളുമായി ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ഘട്ട സമാധാന ചർച്ച അതിൻ്റെ സാധ്യതകൾ അത് വിദൂരമായിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 22-ന് വെടിനിർത്തലിൻ്റെ സമയപരിധിയും അവസാനിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്താകും? ആക്രമണങ്ങൾ വീണ്ടും പുനരാരംഭിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഹോർമുസിൻ്റെ സുരക്ഷ എങ്ങനെയാകും? പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ വിഷയവും അതും ആശങ്കയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും പ്രവാസികൾ ഉൾപ്പെടെ ഈ ഒരു ചർച്ചയെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ആ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ സുരക്ഷ ഈ ഒരു വിഷയത്തിൽ അടിസ്ഥാനമാക്കിയാണുള്ളത്. ഇപ്പോൾ ലെബനിൽ ഉൾപ്പെടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം അവിടെ നിന്ന് പലായനം ചെയ്തു പോയ നിരവധി ജനങ്ങളടക്കം തിരിച്ചെത്തിയിരുന്നു. ഇറാനിലും സാഹചര്യങ്ങൾ സാധാരണ നിലയിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് പുതിയ ഒരു വിവാദങ്ങളും അതുപോലെ ആശങ്കകളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
അജയ്, അതുപോലെ തന്നെ ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലേക്ക് വരുമ്പോൾ അതിൽ ഇറാനുമായ ഒരു അകൽച്ച വേണ്ട എന്ന നിലപാടിലേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. അതായത് ഇറാനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുക, അങ്ങനെ ഹോർമസ് വഴിയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സഞ്ചാരം അത് സുഗമമാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ളതല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യ ഒരിക്കലും ഇതിൽ ഇറാനോട് കടുപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇതിലൊരു പ്രതിഷേധമല്ല ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണെങ്കിലും ഇന്ത്യ വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്ക മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇറാനോട് നേരിട്ടുള്ള ഒരു വടംവലി വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ പോവുകയാണെങ്കിൽ മുൻപ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യയോടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള നിലപാടുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യൻ കപ്പലുകൾക്ക് യാത്ര അവർ സുഗമമാക്കി കൊടുക്കുന്നു. അതുപോലെ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ LPGയും ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ അവസാനിക്കാൻ പാടില്ല. അത് ഇനിയും തുടർന്ന് വരണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ ഒരു ആശങ്ക ഇന്ത്യ ഇറാനെ അറിയിച്ചത്. ഇനി തുടർന്ന് ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു യാത്ര ഉറപ്പാക്കണം. മേഖലയിൽ ഇന്ത്യൻ നാവികരുടെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരുടെ ആണെങ്കിലും സുരക്ഷ അത് ഇറാൻ ഉറപ്പ് നൽകണമെന്ന് മാത്രമാണ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എന്തായാലും മുഹമ്മദ് ഫത്താലിയോട് ഇന്ത്യ ശക്തമായിട്ടുള്ള നിലപാട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ഇറാനിലെ അധികാരികളെ ധരിപ്പിക്കാനും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം ഇറാനെ ധരിപ്പിക്കാം എന്ന് തന്നെയാണ് മുഹമ്മദ് ഫത്താലിയും ഉറപ്പ് നൽകിയിട്ടുള്ളത്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വനിതാ സംവരണ ബിൽ നടപ്പിലാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിൽ സ്ത്രീകളോട് മാപ്പ് പറഞ്ഞ് പ്രധാനമന്ത്രി. പ്രതിപക്ഷം സ്ത്രീകളെ അപമാനിച്ചു. രാജ്യത്തെ സ്ത്രീകൾ ഇതൊരിക്കലും മറക്കില്ല. സ്ത്രീകൾ പലതും മറന്നേക്കാം, പക്ഷേ അവർ ഒരിക്കലും അവരുടെ അപമാനം മറക്കില്ല. സ്ത്രീകൾ ഈ മഹാപാപത്തിന് മാപ്പ് നൽകില്ലെന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. आज भारत का हर नागरिक देख रहा है कि कैसे भारत की नारी शक्ति की उड़ान को रोक दिया गया, उनके सपनों को बेरहमी से कुचल दिया गया. हमारे भरसक प्रयास के बावजूद हम सफल नहीं हो पाए. नारी शक्ति वंदन अधिनियम में संशोधन नहीं हो पाया और मैं इसके लिए सभी माताओं बहनों उनसे मैं क्षमा प्रार्थी हूं. കോൺഗ്രസിന്റേത് നെഗറ്റീവ് രാഷ്ട്രീയമെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. എല്ലാ പരിഷ്കാരങ്ങളെയും എതിർക്കുന്നു. കോൺഗ്രസ് പരിഷ്കരണ വിരോധികളായി മാറിയെന്നും നരേന്ദ്രമോദി. ഇപ്പോൾ അംഗസംഖ്യ ഉണ്ടായില്ല എന്നതിനർത്ഥം പരാജയപ്പെട്ടു എന്നല്ല. വനിതാ സംവരണ ബില്ലിൽ നടപ്പാക്കാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് ഉറപ്പ് നൽകി. कांग्रेस उन सबका विरोध करती है, उसे खारिज कर देती है, उस काम के अंदर खलल डालती है. यही कांग्रेस का इतिहास है और यही कांग्रेस की नेगेटिव पॉलिटिक्स है. साथियों, ये वही कांग्रेस है जिसने जनधन, आधार, मोबाइल, स्त्री शक्ति का विरोध किया. कांग्रेस ने डिजिटल पेमेंट्स का विरोध किया. कांग्रेस ने GST का विरोध किया. कांग्रेस ने सामान्य वर्ग के गरीबों को आरक्षण का विरोध किया. कांग्रेस ने ट्रिपल तलाक के विरुद्ध कानून का विरोध किया. कांग्रेस ने आर्टिकल 370 हटाने का विरोध किया. हमारा संविधान, हमारे कोर्ट जिस यूनिफॉर्म सिविल कोड, समान नागरिक आचार संहिता को, UCC को जरूरी बताते हैं, कांग्रेस उसका भी विरोध करती है. 131 ഭരണഘടനാ ഭേദഗതി ബില്ല് പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നടപടി രാഷ്ട്രീയ ആയുധമാക്കി നരേന്ദ്രമോദി. രാഷ്ട്ര നിർമ്മാണത്തിൽ സ്ത്രീകളുടെ പങ്ക് വർദ്ധിപ്പിക്കാനാണ് വനിതാ ബിൽ ലക്ഷ്യമിട്ടത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമാണ് നിർദ്ദിഷ്ട ഭേദഗതി ഉദ്ദേശിച്ചത്. അത് പരാജയപ്പെടുത്തിയ ശേഷം പ്രതിപക്ഷം ആഘോഷിച്ചുവെന്നും നിയമനിർമ്മാണം തടഞ്ഞവരെ രാജ്യത്തുടനീളമുള്ള സ്ത്രീകൾ മറക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ പ്രതിഷേധം തുടരാൻ ബിജെപി. വിവിധയിടങ്ങളിൽ ഇന്നും ബിജെപി പ്രവർത്തകർ പ്രതിഷേധിക്കും. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് സിപിഐ ആരോപിച്ചു. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റ 4 പേർ ചികിത്സയിൽ തുടരുന്നു. 2 പേരുടെ നില ഗുരുതരമാണ്. പെരിന്തൽമണ്ണയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, തൃപ്തികരമായൊരു വാർത്ത പുറത്തു വരുമ്പോഴും അവിടെ ബാക്കിയുള്ളവരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ അവരുടെ ആരോഗ്യനിലയിലെ സ്ഥിതി എന്താണ്? എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് 3 പേർ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ 3 പേരുടെ നേരിയ പുരോഗതി ഉണ്ട് എന്നൊരു വിലയിരുത്തലാണ് മെഡിക്കൽ ബോർഡിൻ്റേത് ഉള്ളത്. പക്ഷെ കാര്യം മാത്രമല്ല, എങ്കിലും നിലവിൽ വന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു പുരോഗതി ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ അപകടത്തിൽ മരിച്ച സാജിദയുടെ മകൻ ഷഹദീൻ 10 വയസ്സുകാരനാണ്. ഷഹദീന്റെ ആരോഗ്യനിലയിൽ ഇതിൽ അവർ പറയുന്നത് അരയ്ക്ക് കീഴെ, അതിൽ കാലുകളെല്ലാം തന്നെ ഒരു ചലനശേഷി സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. കൂടുതൽ പരിശോധനകളെല്ലാം ഈ കാര്യത്തിലെല്ലാം തന്നെ ആവശ്യമാണ് എന്നതാണ് ഡോക്ടർമാരുടെ സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് വാൻ ഡ്രൈവർ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ഫായിസ് 22 വയസ്സുകാരനാണ്. ഫായിസിന്റെ ഒരു ആരോഗ്യനിലയിലും കഴിഞ്ഞ ദിവസങ്ങളെക്കാളും അല്പമാത്രം ഒരു പുരോഗതി ഉണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ഗവൺമെന്റ് LP സ്കൂളിലെ അപകടത്തിലുണ്ടായിരുന്ന അധ്യാപികമാരുണ്ടായിരുന്ന ഗവൺമെന്റ് LP സ്കൂൾ, പാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിലെ ബസ് ഡ്രൈവറുണ്ട് നൌഷാദിന്റെ വാരിയലുകൾ ഒടിഞ്ഞ് ആന്തരിക രക്തസ്രാവമുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ആരോഗ്യനിലയിൽ കൊണ്ടുവന്നതിനേക്കാളും ഒരു നേരിയ പുരോഗതി ഉണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ കൂടുതൽ വിദഗ്ധ ചികിത്സകളും നിരീക്ഷണവും എല്ലാം തന്നെ ഇവരുടെ കാര്യത്തിൽ ആവശ്യമാണ്. 48 മണിക്കൂറാണ് ഇന്നലെ ഡോക്ടർമാരുടെ സംഘം പറഞ്ഞിരുന്നത്. അത് നാളെയോടുകൂടിയായിരിക്കും അത് കൃത്യമായ രീതിയിലേക്ക് ഒരു വിലയിരുത്തലിലേക്ക് വരുന്നത്. നേരത്തെ ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്ന കുട്ടി, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കുട്ടിയെ, അവരെ ആരോഗ്യനില കുട്ടിയുടെ തൃപ്തികരമായതുകൊണ്ട് കുട്ടിയെ നാട്ടിലുള്ള കോട്ടക്കലിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ചൂട് 40 ഡിഗ്രി കടന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും വ്യക്തമാക്കി. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, അതിശക്തമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങരുത് എന്ന് പറയുമ്പോഴും അപ്പോഴും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അവർക്ക് 2 മണി തൊട്ട് 3 മണി വരെയുള്ള സമയങ്ങളിലൊന്നും പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതൊക്കെ അസാധ്യമായ കാര്യമായിരിക്കും. അപ്പോൾ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത്. ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നിലവിലെ ചൂട് അതേത് രീതിയിലാണ് ഇപ്പോഴുള്ളത്? അനുശ്രീ, വരുന്ന ദിവസങ്ങളിലടക്കം ചൂട് കൂടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 39 ഡിഗ്രി വരെ ഇപ്പോൾ താപനില ഉയരുമെന്നാണ് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെ പോകുന്നുണ്ട്. പക്ഷേ അതിൽ മറ്റ് ജില്ലകളിലും, കൊല്ലമടക്കമുള്ള ജില്ലകളിലടക്കം ഇപ്പോൾ 37-39 ഡിഗ്രി വരെ സെൽഷ്യസ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. വരും ദിവസങ്ങളിലും, ഇന്നടക്കമുള്ള ദിവസങ്ങളിലും ആ താപനില തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മാത്രമല്ല, യെല്ലോ അലേർട്ട് അടക്കം, അതായത് താപനില ഉയർന്നതിൻ്റെ യെല്ലോ അലേർട്ടിലേക്ക് അടക്കം 12 ജില്ലകളിൽ എത്തിയിട്ടുണ്ട്. 2 ജില്ലകളിൽ മാത്രമാണ് ആശ്വസിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുള്ളത്, വയനാടും ഇടുക്കിയിലും മാത്രം. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. എന്തിനായാലും മറ്റ് ജില്ലകളിലെല്ലാം ഈ ഒരു സൂര്യാഘാതത്തിൻ്റെ സാധ്യതയടക്കം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതല്ല, ഈ ഒരു നമ്മുടെ ആശുപത്രികളിലടക്കം, അതായത് മെഡിക്കൽ കോളേജിലടക്കം ഇപ്പോൾ ഹീറ്റ് ക്ലിനിക്കുകളും ഹീറ്റ് കമ്മിറ്റികളടക്കം രൂപീകരിച്ചിട്ടുണ്ട്. അതായത് പെട്ടെന്ന് സൂര്യാഘാതം അടക്കം ഏൽക്കുമ്പോൾ അടിയന്തരമായിട്ടുള്ള ചികിത്സ വളരെ വേഗം നൽകാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലും മറ്റ് താലൂക്ക് ആശുപത്രികളിലടക്കം ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ചെറിയൊരു ആശ്വാസം എന്ന രീതിയിൽ വേനൽ മഴയുടെ ഒരു സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് വരും ദിവസങ്ങൾ, അതായത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ സാധ്യതയെങ്കിലും ഈ ഒരാഴ്ച അടക്കം സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ MD ഡയറക്ടർ അടക്കം പ്രതികരിച്ചതിൽ വ്യക്തമാണ് ഇത്തവണ മൺസൂൺ മഴയും കാര്യമായ രീതിയിൽ കുറവുണ്ടാകുമെന്നടക്കം പറയുന്നു. അതായത് ഈ ഒരു ഏപ്രിൽ മെയ് സമയം കഴിഞ്ഞാൽ പോലും ഈ ചൂടിൻ്റെ ഒരു പ്രഭാവം കൂടുതൽ മാസങ്ങളിലേക്കടക്കം നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് KSEBിയിൽ നിന്ന്, അതായത്
വൈദ്യുതി ഉപയോഗത്തിലുള്ള വലിയ രീതിയിലുള്ള വർധനവ്. കഴിഞ്ഞ ദിവസം അടക്കം 600 മെഗാവാട്ടിലേക്കടക്കം അധികം വൈദ്യുതി ഉപയോഗിച്ചിട്ടുണ്ട്. അത് KSEBക്ക് താങ്ങാൻ കഴിയുന്നതിനൊക്കെ അടുത്ത് നിൽക്കുന്നു. അതായത് 6300 വരെയാണ് KSEBയുടെ ഒരു ദിവസം താങ്ങാൻ കഴിയുന്നത്. അതായത് ഉപഭോഗം അതിൻ്റെ പരിധി വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രതിസന്ധി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ഉന്നതതല ചർച്ചയിലടക്കം നിലവിൽ ബുദ്ധിമുട്ടുകളില്ല, അതായത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇല്ല എന്നാണ് വിലയിരുത്തിയത്. പക്ഷേ വൈദ്യുതി ഉപയോഗം ഇത്തരത്തിൽ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. നമുക്കറിയാം ഗ്യാസിൻ്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് അടക്കം മാറിയതും ഈ ഒരു വൈദ്യുതി ഉപയോഗത്തിൻ്റെ വർധനവ് കാരണമായിട്ടുണ്ട്. ഇതിനായാലും ഈ ഒരു സമയം, അതായത് 11 മണി മുതൽ 2 മണി വരെ അടക്കം നേരിട്ടുള്ള വെയിൽ കൊള്ളാതിരിക്കുക, ദാഹമില്ലെങ്കിലും വെള്ളം നന്നായി കുടിക്കുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്നും, അതായത് ഈ ദിവസങ്ങളിലെല്ലാം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കനത്ത ചൂട് തന്നെയാണ്, സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരെ രക്ഷിക്കാൻ ശ്രമം ബലപ്പെടുന്നതായി മാതാപിതാക്കൾ ആരോപിച്ചു. ലോണാപ്പിലെ നോമിനികളായി നിതിൻ്റെ പിതാവും മാതാവും എന്നാണ്, മറ്റേ അധ്യാപിക എന്ന് പറയുന്ന അവരല്ല അതിൽ. അപ്പോൾ ഇതിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അധ്യാപികയ്ക്ക് എങ്ങനെ സന്ദേശങ്ങൾ വന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് അധ്യാപികയുടെ നമ്പർ പോയി, അത് അന്വേഷിക്കുന്നതിന് പകരം നിതിൻ ലോണാപ്പിൽ നിന്ന് ലോൺ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികോഴ്സ് ചേർന്ന് ഇപ്പോൾ അതിന് എല്ലാം വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതല്ല വിഷയം. ലോണിൻ്റെ നോമിനികളായി വെച്ചിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും തന്നെയാണ്. ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ അവിടെ നിന്ന് വിളികൾ വരുന്നതാണ്. ഈ ഫോൺ സന്ദേശങ്ങൾ പ്രധാന അധ്യാപികയുടെ ഫോണിലേക്ക് പോയതെങ്ങനെയെന്ന് മതിയായ അന്വേഷണം വേണമെന്നും കുറ്റക്കാരവർക്കെതിരെ നടപടി വേണമെന്നും സമഗ്രമായ അന്വേഷണം. മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതെല്ലാം മറനീക്കി പുറത്തു കൊണ്ടുവരണം. ബാക്കി കാര്യങ്ങൾ വെളി വരട്ടെ. ആരോപണ വിധേയരായ അധ്യാപകർ 7 ദിവസമായി ഒളിവിലാണ്. മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും. കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കാതിരിക്കുകയും പ്രതിപ്പട്ടിക വരുന്നവരെ ഉൾപ്പെടെ സാക്ഷി പട്ടികയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ട് ദളിത് സമുദായ മുന്നണി ഉൾപ്പെടെ കേരളത്തിലെ 100ഓളം സംഘടനകൾ, CSDS ഉൾപ്പെടെ KPMS ഉൾപ്പെടെയുള്ള സംഘടനകൾ ചേർന്നുകൊണ്ട് ഇതിനെതിരെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും വരുന്ന 21-ാം തീയതി ഇതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് സമരപ്രഖ്യാപനം നടത്തുകയും ചെയ്യുക. വരുന്ന 28-ാം തീയതി കേരളത്തിലെ മുഴുവൻ പ്രദേശത്തും ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനോ ഉണ്ട്, അത് ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും, അത് ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷേ ഈ കേസിൻ്റെ പ്രതിപ്പട്ടികയിൽ നിൽക്കുന്ന മാനേജ്മെൻറ്റ് ഉൾപ്പെടെ കേരളത്തെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നത്, ഈ കേസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താതെ വരുന്നത് ഭരണപക്ഷത്തെയും അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാധീനമുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണ്. അത്തരത്തിൽ പോലീസുകാരും കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കേരള സമൂഹം മൊത്തത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനീതി, ഒരു കൊലപാതകം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ ദളിതർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇതിനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഹർത്താൽ, അത് കൃത്യമായ രീതിയിൽ പ്രതികളെ പിടിക്കുന്നതിനും ശിക്ഷ കൊടുക്കുന്നതിനും നാളെ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ്. അതിനിടെ നിതിന്റെ കുടുംബത്തിന് CPM നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ കുടുംബത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് മാറ്റിവെച്ചു. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, നിതിന്റെ മരണത്തിലുള്ള അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ ഇതാ ആക്ഷൻ കൗൺസിൽ കൂടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കാനുള്ള ഒരു സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് മേൽ വരികയാണല്ലേ? അതനുസരിച്ച് തീർച്ചയായും. കാരണം ഈ ഒരു വിഷയത്തിൽ തുടക്കം തൊട്ട് തന്നെ ആരോപണ വിധേയരായ ഈ ഒരു ഡോക്ടർമാരിലേക്കും അധ്യാപകരിലേക്കും അന്വേഷണം എത്തുന്നില്ല എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. കാരണം കൃത്യമായി, അതായത് വിദ്യാർത്ഥികളടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നു, മാത്രമല്ല നിതിൻ രാജിൻ്റെ ഓഡിയോ സന്ദേശം അടക്കമുള്ള രീതിയിൽ പ്രചരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിലെന്തുകൊണ്ട് അധ്യാപകരുടെ അറസ്റ്റിലേക്ക് എത്തുന്നില്ല? അധ്യാപകരെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഈ ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ കോളേജിൽ നടന്ന റാഗിങ്ങുമായി, അതായത് അധ്യാപകർ നടത്തിയ ചൂഷണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നില്ല എന്ന് വലിയ രീതിയിൽ കുടുംബം
കുടുംബവും ഒപ്പം തന്നെ നാട്ടുകാരും വിമർശനം ഉയർത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ രൂപീകരണവും ഒപ്പം ഈ ഒരു ഹർത്താൽ അടക്കമുള്ള രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം ആ സമയത്ത്, അതായത് പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് വിളിപ്പിക്കുകയും ഈ ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ ശകാരിക്കുകയും ചെയ്തത് ഈ ഒരു വിഷയത്തിലാണ്, അതായത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് ഇതിൽ നമ്പർ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ റഫറൽ നൽകിയിരിക്കുന്നത് മാതാപിതാക്കളുടെ നമ്പറാണ്, ആ ഒരു തുക കൃത്യമായി തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഇതിൽ പോലീസ് പറയുന്നതും വിദ്യാർത്ഥികൾ പറയുന്നതും, അതായത് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം നിതിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അപ്പോഴടക്കം പറഞ്ഞത് ഡോക്ടർ റാമിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി ഈ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്, അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥികളും പറയുന്നത്. പക്ഷേ ആ ഭാഗത്തേക്ക് അന്വേഷണം പുരോഗമിക്കുന്നില്ല, ആ രീതിയിലേക്ക്, അതായത് അറസ്റ്റിലേക്ക് അടക്കം നീങ്ങുന്നില്ല. ഇത്രയും വലിയ പ്രതിഷേധമടക്കം നടന്നിട്ടും ഒരു അറസ്റ്റിലേക്ക് നീങ്ങാത്തതും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തതും വലിയ രീതിയിൽ വിമർശനത്തിനിടയായിട്ടുണ്ട്. അതിൽ ആണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതും അതിലേക്കൊരു സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ നീക്കമടക്കം. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾ ഈ ആക്ഷൻ കൗൺസിൽ അടക്കം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. മാത്രമല്ല മുൻപും, അതായത് 1.5 മാസം മുൻപടക്കം നിതിൻ ഈ ഡോക്ടർ റാമിൻ്റെ അടുത്ത് നിന്നും അടക്കമുള്ള വലിയ രീതിയിലുള്ള ഹറാസ്മെൻറ്റും ഒപ്പം മറ്റു കുട്ടികളടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം വീട്ടിലേക്കെത്തിയ വിദ്യാർത്ഥികൾ ശരിവെച്ചുകൊണ്ട്, അതായത് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പോലീസിനടക്കം മൊഴി നൽകുകയും ചെയ്തതാണ്. അത്തരത്തിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അധ്യാപകരിലേക്ക് അന്വേഷണം എത്താത്തതാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ വലിയ ആരോപണം നിലനിൽക്കാൻ കാരണം. അതിനൊപ്പം തന്നെ CPM നിർമ്മിച്ച് നൽകുന്ന വീട്, അതായത് ഈ നിതിൻ രാജിൻ്റെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം മതി എന്ന തറക്കല്ലിടൽ ചടങ്ങ് അടക്കം ആ സമയത്ത് മതി എന്നൊരു കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതും മാറ്റിവെച്ചിട്ടുണ്ട്. എന്തിനായാലും ഈ ഒരു മറ്റ് രാഷ്ട്രീയ കക്ഷികളടക്കം ഇതിൽ അണിചേരുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾ ശക്തമായി നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അനുശ്രീ. ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും മരണത്തിലെ ദുരൂഹതകൾ നീക്കാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നും മറിയാവുമൻ. മരണദിവസം നിതിൻ പ്രിൻസിപ്പലിന്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട്. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആർക്കും അറിവില്ല. കോളേജിലെ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കണം. ഒരു മാതാവെന്ന നിലയിൽ ആ കുടുംബത്തിന്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും മറിയാവുമൻ പറഞ്ഞു. എന്തായാലും ഇവിടെ വന്നത് നിതിൻ്റെ പേരൻസിനും നിതിൻ്റെ കുടുംബത്തിനും 2 സിസ്റ്റേഴ്സിനെ കണ്ടു. അവർക്ക് പൂർണ്ണമായ നീതി ലഭിക്കണം, അവർക്ക് അവരുടെ കുഞ്ഞിന് നീതി കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആ പേരൻസിൻ്റെ ആവശ്യം. അത് തികച്ചും ന്യായമായ ഒരു ആവശ്യമാണ്. അതിന് എല്ലാവിധമായ സപ്പോർട്ടും നാട്ടിലെ ഓരോ ജനങ്ങളും, നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 1:20 നിതിൻ പ്രിൻസിപ്പളുള്ള ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഫ്രണ്ട് കണ്ടെന്നാണ് പറയുന്നത്. അത് പക്ഷെ ഒരിക്കലും അതിങ്ങനെ ഒരു അവസ്ഥയിലേക്കാന്ന് ഇവരാരും തിരിച്ചറിഞ്ഞില്ല. 1:30 താഴെ വീഴുന്നു. പിന്നെ ഈ പയ്യൻ പറയുന്നത് പിന്നെ അവൻ പള്ളിയിലെന്തോ പോയതാണ്, പോയിട്ട് വന്നപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലാണെന്നാണ് അറിയുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ വെളിയിൽ വരണം, CCTV ദൃശ്യങ്ങൾ വെളിയിൽ വരണം. 90% കാഴ്ചശേഷിയില്ലാത്ത മജീദ് മാഷ് തന്റെ പരിമിതികളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നേറിയത്. മാഷിന്റെ കണ്ണായ ഭാര്യ റുഖിയയും സദാ കൂടെയുണ്ടായിരുന്നു. ആശിച്ച് മോഹിച്ച് നിർമ്മിച്ച വീട്ടിൽ താമസിച്ച് മതിയാകും മുൻപാണ് വിധി അപകടത്തിന്റെ രൂപത്തിൽ മജീദ് മാഷിനെയും റുഖിയയെയും തട്ടിയെടുത്തത്. കാഴ്ചശേഷിയില്ലാത്ത മജീദ് മാഷിന്റെ സഹോദരി അടക്കം ഇനി എന്തെന്നറിയാതെ തകർന്നിരിക്കുകയാണ്. വാൽപ്പാറ ദുരന്തത്തിൽ മരണമടഞ്ഞ മജീദ് മാഷിൻ്റെ വീടിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വപ്ന വീട്. 90% കാഴ്ചശേഷി ഇല്ലാത്ത വ്യക്തിയായിരുന്നു മജീദ് മാഷ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പരിമിതികളെ അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തിയും അദ്ദേഹത്തിൻ്റെ പിന്തുണയെല്ലാം. ഈ ദുരന്തത്തിൽ അവരും ആ അപകടത്തിൽ മരണമടഞ്ഞു എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെ ഇരട്ടിയാക്കിയത്. വലിയ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർക്കും കാഴ്ചശേഷിയില്ല. മജീദ് മാഷിൻ്റെയും അതേപോലെ സഹോദരിമാരുടെ എല്ലാം കാര്യങ്ങൾ നോക്കിയിരുന്നത് റുഖിയയാണ്. അതുകൊണ്ട് തന്നെ മാഷിനൊപ്പം റുഖിയയുടെ ജീവൻ കൂടി ഇല്ലാതായതോടെ ഈ കുടുംബമാണ് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞത്. നാട്ടുകാരൊക്കെ അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണത്തിന് മജീദ് മാഷും റുഖിയയുടെ കൈ പിടിച്ച് എത്തിയതും ആളുകളെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നൊക്കെ. ഇതിനെപ്പറ്റി പറയുമ്പോൾ പ്രദേശവാസികൾക്കൊക്കെ ഇപ്പോഴും തൊണ്ടയിടറുന്ന ഒരു സാഹചര്യമാണ്. അത്രമാത്രം
പ്രിയപ്പെട്ടവരായിരുന്നു മജീദ് മാഷും റുക്കിയൊക്കെ ഇവർക്ക്. നിലവിൽ ഞാൻ ഇവിടുത്തെ 2 ടൈം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നിലവിൽ ഈ വാർഡിലെ കഴിഞ്ഞ ടൈമിൽ മെമ്പറായിരുന്നു. ഈ വീടിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വലിയ സന്തോഷമായിരുന്നു, വലിയ സ്വപ്നമായിരുന്നു. പ്രത്യേകിച്ച് ഈ റോഡും കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നല്ല സഹകരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. താമസിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ലല്ലേ? താമസിച്ച് കൊതി തീർന്നിട്ട് 100% നമുക്ക് ഉറപ്പന്നല്ല. എന്നുവെച്ചാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഓരോ ആളുകളോടും ഈ പരിപാടി പറയുമ്പോൾ ഓരോരുത്തരെ കാണില്ലെങ്കിലും മജീദ് മാഷ് ആളുകളെ സൗണ്ട് കേട്ടിക്കാണ്ട് ഇന്ന ആളല്ലേ എന്ന് പോയി ചോദിക്കും. ഓരോ ആളുകളെയും സൗണ്ട് കേട്ടിട്ട് മജീദ് മാഷ് കണ്ടില്ലെങ്കിലും അദ്ദേഹം പ്രത്യേകിച്ച് അവിടുന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ വീടിൻ്റെ ഈ നന അതുപോലെ തന്നെ പടവ് ഇവിടുത്തെ പെയിൻറ്റിങ്ങിന് ആളുകളുണ്ടാകുമ്പോൾ ആ ഭാര്യ ഭർത്താക്കന്മാർ 2 നേരവും കൈ പിടിച്ചുകൊണ്ടാണ് നടന്നു വരാറുള്ളത്. അത് വളരെയേറെ സങ്കടമായിട്ടാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്. മജീദ് മാഷ് നല്ലൊരു അധ്യാപകനായിരുന്നു, അതോടൊപ്പം നല്ലൊരു സംഘാടകനായിരുന്നു. കാഴ്ചശേഷി ഒന്നിനും അദ്ദേഹത്തെ തടഞ്ഞിരുന്നില്ല. അദ്ദേഹം എല്ലാം അനുഭവിക്കുവാനും അറിയാനും ഒക്കെ താല്പര്യമെടുത്തിരുന്ന, മുൻകൈ എടുത്തിരുന്ന വ്യക്തി. അതുകൊണ്ടാണ് വിനോദസഞ്ചാരത്തിനും ടൂറിനൊക്കെ അദ്ദേഹം മുൻകൈ എടുത്ത് ഇറങ്ങിയിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അധ്യാപകൻ്റെ മരണം കുടുംബത്തിന് മാത്രമല്ല നാടിനും വലിയ തീരാ നഷ്ടം തന്നെയാണ്. ആ സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിലും സ്കൂളിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാഷ് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മരണങ്ങളും ഏറെ വേദന നൽകുന്നതാണ്. പക്ഷേ മജീദ് മാഷിൻ്റെ ഈ ഒരു മരണം അത് ഈ നാടിന് കുറേ കൂടി വലിയ ആഴത്തിലുള്ള മുറിവാണ് നൽകിയിരിക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വാൽപ്പാറയിലെ ദുരന്തമുഖത്ത് രക്ഷാദൌത്യത്തിലും പാങ് സ്കൂളിലും എല്ലാത്തിനും കരുത്തായി KET സംഘമുണ്ടായിരുന്നു. ദുരന്ത സ്ഥലത്ത് രക്ഷാദൌത്യം ഏകോപിപ്പിക്കാനും പൊതുദർശനത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാനും KET സംഘമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പരിചയസമ്പന്നരും പരിശീലനം സിദ്ധിച്ചവരുമായ KET ടീം നാടിന്റെ ഏതാവശ്യത്തിനും എപ്പോഴും വിളിപ്പുറത്തുള്ളവരാണ്. KET എന്ന കേരള എമർജൻസി ടീം വാൽപ്പാറയിൽ ദുരന്തം നടന്ന വെള്ളിയാഴ്ച രാത്രി തന്നെ വാൽപ്പാറയിലും പൊള്ളാച്ചിയിലും എത്തിയിരുന്നു. വാൽപ്പാറയിൽ അപകടം നടന്നയുടൻ തമിഴ്നാട്ടിലെ കോർഡിനേറ്ററിൽ നിന്ന് KET സംഘത്തിന് വിവരം ലഭിച്ചു. വാൽപ്പാറ ചുരം റോഡിൽ ഒരു ട്രാവലർ മറിഞ്ഞിട്ടുണ്ട്. മലയാളികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. വൈകാതെ വീണ്ടും ഫോൺ കോൾ എത്തി. അപകടത്തിൽപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. അപ്പോഴേക്കും വാൽപ്പാറയിലേക്ക് പോയ വാഹനത്തിന്റെ വിശദവിവരങ്ങൾ KET സംഘം ശേഖരിച്ചിരുന്നു. സംഘത്തിലെ തന്നെ ഒരംഗത്തിന്റെ സഹോദരീപുത്രനാണ് അപകടത്തിൽപ്പെട്ട ട്രാവലർ ഓടിച്ചിരുന്നതെന്നും തെളിഞ്ഞു. ഉടൻ തന്നെ കേരള എമർജൻസി ടീം വാൽപ്പാറയിലേക്ക് ആംബുലൻസുമായി തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനവും ആശുപത്രിയിലേക്ക് മാറ്റലും പോസ്റ്റ്മോർട്ടവും അടക്കം ഏകോപിപ്പിക്കുമ്പോൾ ഇവിടെ നാട്ടിൽ പൊതുദർശനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി മറ്റൊരു സംഘം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ വാൽപ്പാറയിൽ ഉണ്ടായ ഈ ഒരു അപകടം നടന്ന ഉടൻ തന്നെ നമുക്ക് ഫസ്റ്റ് അവിടുന്ന് നമ്മുടെ തമിഴ്നാട് വിങ് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നെത്തിയ ഒരു വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ആ സമയത്ത് തന്നെ നമ്മൾ ഏതാണ് വാഹനം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. ആ സമയത്താണ് നമ്മുടെ പ്രവർത്തകൻ്റെ പെങ്ങളുടെ മകൻ്റെ വാഹനമാണ് എന്നൊക്കെ അറിഞ്ഞത്. ആ സമയത്ത് തന്നെ നമ്മുടെ പ്രവർത്തകർ നാട്ടിൽ നമ്മുടെ സാദിഖ് പാങ്ങനെ പോലത്തെ ആളുകൾ ഇവിടുന്ന് ആംബുലൻസ് എടുത്തിട്ട് അങ്ങോട്ട് പോയി അവിടെ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമുക്കവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ ഈ മയ്യത്ത് എത്തുന്നത് വരെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാർ തന്നെയാണ് KETയുടെ കരുത്ത്. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേകം പരിശീലനം നേടിയ ഈ സംഘം ഇന്ന് കേരളത്തിലെ സന്നദ്ധ സേവന രംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമാണ്. ന്യൂസ് 18 തിരൂർ. വയനാട് ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണത്തിൽ ആശങ്ക വേണ്ടെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. വീടുകളിൽ വിള്ളലുണ്ടെന്ന പരാതിയെ തുടർന്ന് നേരിട്ട് പരിശോധന നടത്തിയ മന്ത്രി ഇത് വിള്ളലല്ലെന്നും മഴവെള്ളം കിനിഞ്ഞിറങ്ങുന്നതാണെന്നും വ്യക്തമാക്കി. നിർമ്മാണം പൂർത്തിയാകാത്ത വീടുകളിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണിതെന്നും എല്ലാ പണികളും പൂർത്തിയാക്കി സുരക്ഷിതമായ വീടുകൾ മാത്രമേ കൈമാറൂ എന്നും മന്ത്രി ഉറപ്പു നൽകി. വയനാട്ടിലെ ടൗൺഷിപ്പിലെ അപാകതകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ നേരിട്ടുള്ള പരിശോധനയ്ക്കാണ് റവന്യൂ മന്ത്രി K. രാജൻ എത്തിയത്. വീട്ടിനുള്ളിൽ ടേബിളിൽ കയറി നിന്ന് വിള്ളലുകൾ എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ചു പരിശോധിച്ചാണ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നിലവിൽ കണ്ടത് വിള്ളലുകളല്ലെന്നും മേൽക്കൂരയിൽ നിന്നും വെള്ളം കിനിഞ്ഞിറങ്ങുന്നതിന്റെ പാടുകൾ മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. അല്ല ഞാൻ പറയുന്നത് ആ വാക്ക് ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നമാണ്. വെള്ളം കിരിഞ്ഞു കാണുന്നു, അവിടെ അവർ അടയാളപ്പെടുത്തിയതിന് ശേഷം അതിന്റെ മീതെ എങ്ങനെയാണ് വെള്ളം കിരിഞ്ഞ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സ്പോസിവ് ട്രീറ്റ്മെന്റ് നടത്തും. ആ ട്രീറ്റ്മെന്റ് നടത്തിയതിന് ശേഷം വീണ്ടും അവിടെ വെള്ളം അടിക്കും. വെള്ളം വീണ്ടും കിരിയുന്നുണ്ടെങ്കിൽ വീണ്ടും അത് ക്യൂർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കിരിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ മീതെ വാട്ടർ പ്രൂഫിങ്ങും നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള കോൺക്രീറ്റിങ്ങും നടത്തും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ആളെ താമസിപ്പിക്കുക.
താമസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ്റെ ചെവിട് പിടിക്കും, പണിതവൻ്റെ. ആ ചെവിട് പിടുത്തം ഗവൺമെൻറ്റും തുടരും. അത്രേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അഭിപ്രായം പറയുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഓരോരുത്തരും അവരവരുടെ ധാരണകൾക്കും അവരവരുടെ രീതികൾക്കും അനുസരിച്ച് പറയും. അതിനെക്കുറിച്ച് അനാവശ്യമായ ഒരു വിവാദവും ഉണ്ടാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ദുരന്തബാധിതരുടെ തലയിലൂടെ അനാവശ്യമായ അപകടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മേൽക്കൂരയിലെ സ്ക്രീഡിംഗ് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള വീടുകളിലാണ് ഇത്തരത്തിൽ വെള്ളം കിനിയുന്നത്. ഈ പ്രവൃത്തികൾ കൂടി പൂർത്തിയാകുന്നതോടെ പ്രശ്നം പരിഹരിക്കപ്പെടും. നിലവിൽ ദുരന്തബാധിതർക്ക് പട്ടയം മാത്രമാണ് നൽകിയിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ കൈമാറിയ ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരിക്കും. അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ കരാർ പ്രകാരമുള്ള പണം നൽകില്ലെന്നും സർക്കാർ ഗ്യാരണ്ടി നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കരാർ പ്രകാരം 410 വീടുകളും ഒക്ടോബറിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും വീഴ്ച വരുത്തിയാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും മന്ത്രി കർശന മുന്നറിയിപ്പ് നൽകി. ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ മാധ്യമങ്ങൾ പുലർത്തുന്ന ജാഗ്രതയെ അഭിനന്ദിച്ച മന്ത്രി ഒരു ദുരന്തബാധിതനും പരാതിക്കിടയില്ലാത്ത വിധം പദ്ധതി പൂർത്തിയാക്കുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ടൗൺഷിപ്പിലെ വീടുകളുടെ അവസ്ഥ നേരിൽ കണ്ടറിയാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വീട്ടുടമകളെ കാണാനാണ് എത്തിയതെന്ന് വ്യക്തമാക്കിയതോടെ പോലീസ് അനുമതിയോടെ പ്രവർത്തകർ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ദുരന്തബാധിതരെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും ടൗൺഷിപ്പിലെ വീടുകളുടെ ചോർച്ച നിസ്സാരമായി കാണാനാകില്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് കുമാർ പറഞ്ഞു. ടൗൺഷിപ്പിലെ വീടുകൾ സന്ദർശിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കവാടത്തിൽ വെച്ച് പോലീസ് ആദ്യം തടഞ്ഞു. എന്നാൽ തങ്ങൾ വീടുകൾ കാണാനാണ് വന്നതെന്നും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നും ഉറപ്പ് നൽകിയതോടെയാണ് പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിട്ടത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് കുമാറും പ്രവർത്തകരും വിള്ളലുണ്ടായ വീടുകൾ സന്ദർശിക്കുകയും വീട്ടുടമസ്ഥനുമായി സംസാരിക്കുകയും ചെയ്തു. ചോർച്ച അടയ്ക്കാൻ മന്ത്രി നേരിട്ടെത്തിയാലും തീരുന്നതല്ല ടൗൺഷിപ്പിലെ പ്രശ്നങ്ങളെന്ന് ജനീഷ് കുമാർ പറഞ്ഞു. കണ്ടെത്തി നനവ് കണ്ട അല്ല അതാണ് ഞാൻ പറഞ്ഞു. മന്ത്രിക്ക് നല്ല വയ്യായി ഉണ്ട്. മന്ത്രിക്ക് നല്ല വയ്യായി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം ഈ വീടിന്റെ ഗുണഭോക്താവാണ്. അയാളാണ് അതിൻ്റെ ഉള്ളിൽ താമസിക്കേണ്ടത്. ഞാനോ നിങ്ങളോ അല്ല. മന്ത്രി വന്നിട്ട് മാർക്ക് ചെയ്തത് അത് കുറച്ച് നോക്കിയിട്ട് ആ മാർക്ക് ചെയ്തത് മാത്രം മാച്ച് കളഞ്ഞിരിക്കുക. പെൻസിൽ കൊണ്ടുള്ള മാർക്ക്. ബാക്കിയുള്ള ഭാഗം ആ ക്രാച്ചുള്ള ഭാഗം ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആ ക്രാച്ച് ഉണ്ടെന്ന് മുമ്പരിക്കറിയാം. മേലെ പോയി നോക്കിയാൽ നമ്മൾ ചോറല്ല തിന്നുന്നത്. ആ മേലെ പോയി നോക്കിയാലേ അറിയാം. അത് നല്ല മിണ്ടുക്കണേ. ഞാൻ കണ്ടതാണ്. 2 ആഴ്ച മാർക്ക് ചെയ്തതിന്റെ ശേഷമാണ് ഞാൻ കണ്ടത്. മാർക്ക് ചെയ്തപ്പോൾ ഞാൻ ഇത് എന്താണ് നോക്കി. മേലെ നോക്കുമ്പോ ഒരു കണ്ടത് അവര് ഒരു സെക്കൻഡ് നിങ്ങൾ നൗഫലിനെ വല്ലാതെ പ്രയാസപ്പെടുത്തണ്ട. ഞാൻ കൃത്യമായിട്ട് പറയാം. ആദ്യം ആര് കണ്ടു എന്നുള്ളത് കൊണ്ട് ഈ വിഷയമല്ലാതാകൂ. ഭൂമി കുലുക്കത്തെ പോലും ഭൂകമ്പത്തെ പോലും അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നും അതിനുവേണ്ടി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ തുക കൂട്ടി ചെയ്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് കൈമാറിയ ഒരു വീടിനകത്ത് വെള്ളം കിനിത്തിറങ്ങാൻ പാടുണ്ടോ? ഇനി വിള്ളൽ വേണ്ട. മന്ത്രി പറഞ്ഞു വിള്ളലില്ല. മറ്റവർ പറഞ്ഞു ക്രാക്കാണ്. പോട്ടെ, വിള്ളലും ക്രാക്കും എല്ലാം വിട്ടേക്ക്. വെള്ളം കിനിത്തിറങ്ങാൻ പാടുണ്ടോ? വേനൽ മഴയല്ലേ തുടങ്ങിയിട്ടുള്ളൂ. വർഷം തുടങ്ങിയിട്ടില്ലല്ലോ. വേനൽ മഴയല്ലേ പെയ്തുള്ളൂ. അപ്പോഴേക്കും ഇതുപോലെ വെള്ളം കിനിത്തിറങ്ങുന്ന ഒരു ഘട്ടമുണ്ടായാൽ ആ നിർമ്മാണ പ്രവർത്തനത്തിൽ പോരായ്മ ഉണ്ട് എന്നുള്ളതല്ലേ? അപ്പൊ ആ വീട്ടിൽ താമസിക്കേണ്ടെന്ന് ആ വീട്ടിൽ അലോട്ട് ചെയ്യപ്പെട്ട ആൾക്ക് സ്വാഭാവികമായിട്ടൊരു ആശങ്ക ഉണ്ടാകില്ലേ? സ്വാഭാവികമല്ലേ? മന്ത്രി നേരിട്ടെത്തി മായ്ച്ചാലടയുന്ന ചോർച്ചയല്ല ടൗൺഷിപ്പിലെ വീടുകൾക്കുള്ളത്. സർക്കാർ ദുരന്തബാധിതരെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ടൗൺഷിപ്പിന് മുന്നിൽ കുടിൽക്കെട്ട് പ്രതിഷേധിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും ദുരന്തബാധിതർക്ക് അത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ആ നീക്കം ഉപേക്ഷിച്ചു. എന്നാൽ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനാണ് സംഘടനയുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരത്ത് നടൻ മണിയൻപിള്ള രാജുവിന്റെ വാഹനമിടിച്ച കേസിൽ കെമിക്കൽ റിപ്പോർട്ട് പുറത്ത്. അപകട സമയം മണിയൻപിള്ള രാജു മദ്യപിച്ചിരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഇതോടെ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം പോലീസ് ഒഴിവാക്കി. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന കുറ്റം പോലീസ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇനി മറ്റ് നിയമ നടപടികൾ ഏതൊക്കെ രീതിയിലായിരിക്കും പുരോഗമിക്കുക?
അനുശ്രീ, ഈ ഒരു വിഷയത്തിൽ ഫെബ്രുവരിയിലാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ആ സമയത്ത് വലിയ വിവാദമായിരുന്നു. കാരണം നടനാണ്, മാത്രമല്ല ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും ഇറങ്ങി നേരെ ബൈക്കിലേക്ക് വാഹനം ഇടിക്കുകയായിരുന്നു. തൊട്ട് അവിടെ നിന്ന് തന്നെ അതായത് ഈ യുവാക്കളുടെ ആരോഗ്യസ്ഥിതിയോ മറ്റ് പരിക്കുകളോ പരിശോധിക്കാതെ അവിടെ നിന്നും വാഹനമെടുത്ത് മുന്നോട്ട് പോകുന്നത് വലിയ വിവാദമായിരുന്നു. അതിൽ പിന്നീട് പോലീസിൻ്റെ കാലതാമസം, അതായത് പോലീസ് ഈ രക്തപരിശോധന അടക്കം നടത്തിയതിൽ വലിയ കാലതാമസം ഉണ്ടായി. മാത്രമല്ല അടുത്ത ദിവസം മണിയമ്പിള്ള രാജുവിൻ്റെ സൗകര്യപ്രകാരമായിരുന്നു ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയതടക്കമുള്ള വലിയ വിവാദം ആ സമയത്ത് നടന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു രക്തപരിശോധനയ്ക്ക് വേണ്ടി കെമിക്കൽ ലാബിലേക്ക് അയക്കുകയും ഇപ്പോൾ ഫലം വരികയും ചെയ്തത്. മണിയമ്പിള്ള രാജു ആ സമയത്ത് മദ്യപിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ രാസപരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ പോലീസ് മദ്യപിച്ച് വാഹനം ഓടിച്ച ആ ഒരു കുറ്റം ഒഴിവാക്കിയിട്ടുണ്ട്. ഹിറ്റ് ആൻഡ് റൺ മാത്രമാണ് ഇപ്പോൾ ചാർത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. എന്തുതന്നെയായാലും ഈ ഒരു കാലതാമസം സംബന്ധിച്ച് കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങളെ കുറിച്ച് വലിയ വ്യക്തതയില്ല. കാരണം ആ സമയത്ത് തന്നെ, അതായത് വീട്ടിലേക്ക് പോലീസ് എത്തിയിരുന്നു എന്നടക്കമുള്ള വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ അടുത്ത ദിവസം മണിയമ്പിള്ള രാജുവിൻ്റെ സൗകര്യപ്രകാരമായിരുന്നു ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയത് നടക്കമുള്ള വലിയ ആരോപണങ്ങൾ ആ സമയത്ത് ഉയരുകയും ചെയ്തിരുന്നു. കാരണം അർദ്ധരാത്രിയാണ് അപകടം നടന്നത്. ആ സമയത്ത് റോഡിൽ വലിയ രീതിയിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ യുവാക്കൾ, അതായത് രണ്ടുപേർക്ക് പരിക്ക് പറ്റി കിടക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം നിർത്താതെ പോയതടക്കമുള്ള രീതിയിൽ വലിയ പരാതികളും ആരോപണങ്ങളും ഉയർന്ന സമയത്താണ് പോലീസിനെതിരെയും ഈ ഒരു പരാതികളും ഉയർന്നിരുന്നത്. എന്തുതന്നെയായാലും ഈ ഒരു കേസിൽ ഇനി മറ്റ് നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും. മനസ്സിൽ ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ചേർത്തലയ്ക്ക് പിന്നാലെ മലപ്പുറം അങ്ങാടിപ്പുറം തിരൂർക്കാടും വിഷു മന്തി പരസ്യ വിവാദം. അങ്ങാടിപ്പുറം ഓരാടം പാലത്ത് പ്രവർത്തിക്കുന്ന യമാമ ഷവായ ഹോട്ടലാണ് മയിൽപീലി ചൂടിയ കണ്ണൻ മന്തി പ്ലേറ്റിന് മുന്നിലിരിക്കുന്ന ചിത്രം പങ്കുവച്ചത്. സംഭവത്തിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹോട്ടൽ ഉടമകളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷുവിനോടനുബന്ധിച്ചാണ് യമാമ ഷവായ ഹോട്ടൽ ഈ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. വിവാദമാകുമെന്ന് കണ്ട് ഉടൻ അത് പിൻവലിച്ചെങ്കിലും അതിനോടകം തന്നെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ചേർത്തലയ്ക്ക് സമാനമായ തരത്തിലാണ് ഈ നടപടിയെന്നും ആസൂത്രിത ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്നും VHP ആരോപിക്കുന്നു. VHP നേതൃത്വം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മലപ്പുറം SP-ക്ക് പരാതി നൽകി. ഇത് തീർച്ചയായും ഹിന്ദു വിശ്വാസത്തിന്റെ നേരെ ഉള്ള ഒരു അവഹേളനമാണ്, ഒരു വെല്ലുവിളിയാണ്. വിശ്വാസത്തിന്, ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരസ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത്തരം പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഹോട്ടലുകൾ ഇവിടെ നടക്കാൻ പാടില്ല. ഇതൊരു ഹിഡൻ അജണ്ടയായിട്ടാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഓൾ കേരള ഹോട്ടൽ അസോസിയേഷനാണ് ഇതിനുള്ളൊരു നടപടി എടുക്കേണ്ടത്. അവരിതിന് തീർച്ചയായിട്ടുള്ളൊരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ വിവിധ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും ഹിന്ദു സംഘടനകൾക്ക്. ഇതിനകം തന്നെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു. പിന്നാലെ യമാമ ഷവായ ഉടമയടക്കം 3 പേരെ മങ്കട പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കോട്ടൂർ സ്വദേശി മുസ്തഫ, ഷാഹുൽ ഹമീദ്, ഏറാന്തോട് സ്വദേശി മുഹമ്മദ് ഷാഹിൽ എന്നിവരെയാണ് മങ്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. മതസ്പർദ്ധ വളർത്തിയതിനെതിരെയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവരിൽ നിന്നും 2 മൊബൈൽ ഫോണും 1 ടാബ്ലറ്റും പോലീസ് പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹോട്ടലിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. യമാമി എന്നൊരു ജിഹാദി ഹോട്ടൽ, യമാമി എന്നൊരു ജിഹാദി ഹോട്ടൽ, വിശ്വാസംസയുടെ പേര് പറഞ്ഞ് പാവം ഹൈന്ദവ വിശ്വാസികളെ. ആലപ്പുഴ ചേർത്തലയിലും കഴിഞ്ഞ ദിവസം സമാന സ്വഭാവമുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടലുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വിവാദം കെട്ടടങ്ങാതെ പ്രചരിക്കുന്നതിനിടെയാണ് മലപ്പുറത്തും സമാന സംഭവം നടന്നിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇനി ചൂടുമായി ബന്ധപ്പെട്ട മറ്റു ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകാം. കൊടും ചൂടിൽ ചുട്ടുപൊള്ളുകയാണിപ്പോൾ കേരളം. എന്നാൽ സംസ്ഥാനത്ത് നേരത്തെ ഇതിലും ചൂട് കൂടിയ വേനൽക്കാലം ഉണ്ടായിട്ടുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ദിവസേന രേഖപ്പെടുത്തുന്ന കുറഞ്ഞ താപനില ഉയർന്നു നിൽക്കുന്നതാണ് അസഹനീയമായ ചൂടിന് കാരണമെന്നാണ് പറയുന്നത്. എൽനിനോ പ്രതിഭാസം കൂടി വരുന്നതോടെ വേനൽ മഴയിലും കുറവുണ്ടാകുമെന്ന് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര ഡയറക്ടർ നിത കെ ഗോപാൽ പറഞ്ഞു. മുൻവർഷത്തെക്കാളും ഭീകരം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം നമുക്ക് 2024 റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും താപനില കൂടുതൽ ഉള്ള വർഷം. 2025 നമ്മുടെ സമ്മർ സീസൺ, അതായത് നമ്മളുടെ ഏപ്രിൽ മെയ് മാസങ്ങൾ, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ അത്രയധികം താപനില ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുൻവർഷത്തെക്കാളും എന്നുള്ളൊരു തോന്നൽ വരുന്നത്. ഈ വർഷം ചൂട് കൂടുതലാണ്. കാരണം വേനൽ മഴ നമ്മൾ പ്രതീക്ഷിച്ചല്ല, സാധാരണ നമുക്ക് കിട്ടുന്ന അത്രയും വേനൽ മഴ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഒരു സീസണൽ ടോട്ടൽ എടുത്ത് നോക്കിയാലും മഴ പെയ്ത ദിവസങ്ങളുടെ എണ്ണം നോക്കിയാലും കിട്ടിയ സ്റ്റേഷനുകളുടെ എണ്ണം നോക്കിയാലും ഒക്കെ
വളരെ കുറവാണ്. അപ്പോൾ ഈ ആകാശത്ത് മേഘങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം തടഞ്ഞു നിർത്താനുള്ള ഏറ്റവും വലിയൊരു ബാധ്യതയാണ്. അപ്പോൾ മേഘങ്ങളുടെ അഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ ചൂടിനുള്ള കാരണം എന്ന് പറയുന്നത്. രാവിലെ റെക്കോർഡ് ചെയ്യുന്ന മിനിമം ടെമ്പറേച്ചേഴ്സ് ഉണ്ടല്ലോ, ഏറ്റവും നമ്മൾ ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത്, മിനിമം ടെമ്പറേച്ചറും ഇപ്പോൾ ശരാശരിയിൽ കൂടുതലാണ്. അപ്പം മിനിമം ടെമ്പറേച്ചറും മാക്സിമം ടെമ്പറേച്ചറും ശരാശരിയിൽ കൂടുതലായതുകൊണ്ട് നമ്മളൊരു ദിവസം മുഴുവനും ഒരു കൂടിയ താപനിലയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സമയത്ത് പോലും നമുക്കിതിൽ നിന്നൊരു റിലീഫോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആശ്വാസം കിട്ടുന്നില്ല. പിന്നെ മഴയും കിട്ടുന്നില്ല. വേനൽ ചൂടിൽ പക്ഷികൾക്ക് കൈത്താങ്ങായി വനം വകുപ്പ്. കോതമംഗലത്ത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വെള്ളക്കിണ്ണങ്ങൾ സ്ഥാപിച്ചാണ് കൊടും ചൂടിനെ അതിജീവിക്കാൻ പക്ഷികളെ സഹായിക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് കനക്കുമ്പോൾ മനുഷ്യർക്കൊപ്പം പക്ഷികളും ദുരിതത്തിലാണ്. വേനൽ കടുത്തതോടെ ജലസ്രോതസ്സുകൾ വറ്റിയതിനാൽ പക്ഷികൾക്ക് കുടിക്കാനും കുളിക്കുന്നതിനും വെള്ളം ലഭ്യമല്ലാതായി. ഈ സാഹചര്യത്തിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളം നിറച്ച മൺപാത്രങ്ങൾ സ്ഥാപിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത്. പൊതുജനങ്ങളും വീടുകളിലെ പരിസരങ്ങളിൽ ഇത്തരത്തിൽ പാത്രങ്ങൾ സ്ഥാപിച്ചാൽ വെള്ളം തേടിയെത്തുന്ന പക്ഷികൾക്ക് ജീവൻ രക്ഷിക്കുന്ന കൈത്താങ്ങായി മാറുമെന്ന് തട്ടേക്കാട് പക്ഷി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസൈബ് പറഞ്ഞു. പക്ഷി സങ്കേതത്തിൽ പുതിയൊരു പരിപാടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേനൽ ചൂടിൽ പക്ഷികൾക്കൊരു കൈത്താങ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. നമ്മൾ ലഭ്യമായ സ്ഥലങ്ങളിലെല്ലാം ബേർഡ് ബാത്ത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ജീവനക്കാരും വാച്ചർമാരും എല്ലാം കൂടി IB, ഡോർമെട്രി, പാർക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ പക്ഷി സങ്കേതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു 5-10 അടി ഉയരത്തിൽ നമ്മൾ കുറ്റികൾ സ്ഥാപിച്ച് അതിൽ മൺചട്ടികൾ വെച്ച് വെള്ളം നിറച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ധാരാളമായിട്ടുള്ള പക്ഷികൾ ഈ വേനൽ സമയങ്ങളിൽ വന്ന് അത് ശരീരം നനയ്ക്കുന്നതിനും ചൂടിൽ നിന്ന് അതിന് ശരീരത്തെ രക്ഷിക്കുന്നതിനും അതുപോലെ വെള്ളം കുടിക്കുന്നതിനും ശരീരത്തെ തൂവലുകൾ ക്ലീൻ ആക്കുന്നതിനും ആരോഗ്യകരമായ രീതിയിൽ ഇരിക്കുന്നതിന് ഈ പക്ഷികൾക്ക് ഈ ബേർഡ് ബാത്ത് വളരെയധികം സഹായിക്കുന്നുണ്ട്. കാട്ടിലെ ചെറിയ പാറക്കെട്ടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് സാധാരണയായി പക്ഷികൾ കുടിക്കാനും കുളിക്കാനുമായി എത്തുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം വരണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് വെള്ളം ലഭ്യമാക്കാനുള്ള ശ്രമം എല്ലായിടത്തും ഉണ്ടാകണമെന്നും വനം വകുപ്പ് ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് 18 കോതമംഗലം. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ഞങ്ങളുടെ ന്യൂസ് 18 കുടുംബത്തിലെ ശരണ്യയുടെയും സുമേഷിന്റെയും മകളായ നാട്യയുടെ 8ാം പിറന്നാളാണിത്. നാട്യയ്ക്ക് ഞങ്ങളുടെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.